ഹിന്ദു ഐക്യവേദി സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് വത്സൻ തില്ലങ്കേരിയെ കള്ളക്കേസിൽ കുടുക്കാനാണ് വ്യാജ പ്രചാരണങ്ങളിലൂടെയുള്ള ആസൂത്രിത നീക്കമെന്ന് ബിജെപി സംസ്ഥാന വക്താവ് KVS ഹരിദാസ് കൊലപാതക കേസടക്കം ആരോപിക്കുകയാണ്. ജമാഅത്ത് ഇസ്ലാമിയുടെ അജണ്ടയാണ് വിവാദ പരാമർശങ്ങളിലൂടെ ചാനൽ നടപ്പാക്കുന്നത് എന്നും KVS ഹരിദാസ് കുറ്റപ്പെടുത്തി. വത്സൻ തില്ലങ്കേരി കേരളത്തിലെ RSSന്റെ മുതിർന്ന നേതാക്കന്മാരിൽ ഒരാളാണ്. ഹിന്ദു ഐക്യവേദിയുടെ വർക്കിംഗ് പ്രസിഡന്റ് കൂടിയാണ്. ഒരു അധ്യാപകനാണ്. അദ്ദേഹത്തെ അപമാനിക്കാൻ, അധിക്ഷേപിക്കാൻ, അദ്ദേഹത്തിനെ കള്ളക്കേസിൽ കൊടുക്കാനുള്ള വ്യാജ പ്രചരണമാണ് മീഡിയ വൺ നടത്തി വരുന്നത്. നമ്മൾ കണ്ടതാണ്. കഴിഞ്ഞ ദിവസം മീഡിയ വൺ വത്സൻ തില്ലങ്കേരിക്കെതിരെ ഉന്നയിച്ച ആക്ഷേപം ഉൾപ്പെടുന്ന കേസ്. അതിലൊരു ചെറുപ്പക്കാരൻ കൊല്ലപ്പെട്ടിട്ടുണ്ട്, ശരിയാണ്. ആ കേസിൽ ശിക്ഷിക്കപ്പെട്ടിട്ടുള്ളവർ മുഴുവൻ CPM കാരാണ്. അങ്ങനെ ഒരു സംഭവത്തിൽ RSSന്റെ കേരളത്തിലെ അറിയപ്പെടുന്ന നേതാവിനെ അല്ലെങ്കിൽ ഹിന്ദു ഐക്യവേദിയുടെ സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റിനെ ചേർത്ത് വെച്ച് പ്രതിയാക്കാനുള്ള ഒരു നികൃഷ്ടമായ രാഷ്ട്രീയ നീക്കം, അതിനെ ഗൗരവത്തിൽ കാണേണ്ടതുണ്ട്. ജമാഅത്തെ ഇസ്ലാമിയുടെ ഒരു അജണ്ടയായിരിക്കാം. കഴിഞ്ഞ കുറേ നാളുകളായിട്ട് ദേശവിരുദ്ധ പ്രവർത്തനങ്ങളുടെ മുൻനിരയിൽ നിൽക്കുന്ന സംഘടനയാണ് ജമാഅത്തെ ഇസ്ലാമി എന്ന് നമുക്കൊക്കെ അറിയാം. അതിന്റെ ചാനലാണ് മീഡിയ വൺ. അതിലെ ഒരു ആങ്കറാണ് ഒരു പരസ്പര ബന്ധമില്ലാത്ത ഒരു വിഷയത്തിലേക്ക് വത്സൻ തില്ലങ്കേരിയെ പോലുള്ള ഒരു നേതാവിനെ കൂട്ടിക്കെട്ടാൻ കുൽസിത നീക്കം നടത്തുന്നത്. അതിനെ ശക്തമായിട്ട് അപലപിക്കുന്നു. മീഡിയ വൺ തെറ്റ് തിരുത്താൻ തയ്യാറാകണം. അല്ലെങ്കിൽ കേരളത്തിലെ ദേശീയ വീക്ഷണമുള്ള ഒരു വലിയ ജനസമൂഹം അതിനെതിരെ പ്രതികരിക്കാൻ നിർബന്ധിതമാകും എന്ന് ഓർമ്മിപ്പിക്കുകയും ചെയ്യുന്നു.